പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14 അധ്യായം 7 വാക്യം മുതൽ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഒരുപക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. അതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പിന്നെ സുഭാഷിതം 18:12 ഗർവം നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തെ സ്തുതിക്കാം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോകത്ത് നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, നിഷ്പക്ഷമായി വീക്ഷിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒന്നാമനാകാൻ എല്ലാവരും കൊതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്താൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും, നീ ഒന്നാമനാകണം, ക്ലാസ്സിൽ ഒന്നാമനാകണം, കാറ്റഗിസം ക്ലാസ്സിൽ ഒന്നാമനാകണം, കണക്കിന് ഒന്നാമനാകണം, ഇംഗ്ലീഷിൽ ഒന്നാമനാകണം. നമ്മൾ എല്ലാവരെയും ഒന്നാമനാകാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ലോകത്തിൻ്റെ നിയമം. അപ്പോൾ അവിടെ കർത്താവ് വന്നിട്ട് പറയാണ്, നീ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. അതുപോലെ ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് പോയി സ്വയം പ്രതിഷ്ഠിക്കരുത്. നിന്നേക്കാൾ യോഗ്യനായ ഒരുത്തൻ വരുമ്പോൾ നിനക്ക് ആ സ്ഥാനം ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അനുദിന ജീവിതത്തിൽ വളരെയധികം പ്രായോഗികമാണ്. ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എൻ്റെ അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ ഈയിടെയായി ഈ വചനം നമ്മളെ മാറ്റിമറിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗുട്ടൻസ്. ഇപ്പം ഈയിടെയായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്നൊന്നുമില്ല. പക്ഷെ അവസാനം ആ ഗ്രൂപ്പിലെ അതിലേറ്റവും ഉയർന്ന ആൾ നമ്മളെ വിളിച്ച് പറയും, എബ്രഹാം സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഒരു പ്രാമുഖ്യം അതിന് കിട്ടും, ഒരു സ്വീകാര്യത അതിന് കിട്ടും. അങ്ങനെ ഒരാൾ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ മിണ്ടുന്നില്ല, നമ്മൾ സൈലൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്നാമനാകാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ഒരു പരീക്ഷണമെന്ന നിലയിൽ നമുക്ക് അവസാനത്തെ കസേരകൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കർത്താവ് നമ്മളെ ഉയർത്തുന്നത് നമുക്കറിയുവാനായി സാധിക്കും. നമുക്ക്
ആ ഒരു അനുഭവം നമ്മൾ നമ്മളറിയും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കാൻ ഒട്ടും തിരക്കില്ലാത്ത ഒരിടം പള്ളികളാണ്. ഇപ്പോൾ കുർബാന സമയത്ത് നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാർ വരാന്തയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ സീറ്റിൽ നിന്നിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ഫ്രണ്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബെഞ്ചിലൊക്കെ എന്തായാലും ഇടം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ പള്ളികളിലും ആരാധനാലയങ്ങളിലും ഒക്കെ മാത്രമേ ഈ ഫ്രണ്ട് ബെഞ്ച് ഒഴിഞ്ഞു കിടക്കുകയുള്ളൂ. അതേസമയം വേറെ ഏത് ഒരു ചെറിയൊരു ഫങ്ഷന് പോയാൽ തന്നെ അതൊക്കെ ഈ ലോകത്തിൻ്റെ VIP വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ഥാനമോഹങ്ങൾ കാക്ഷിക്കാതെ എപ്പോഴും ഏറ്റവും ചെറിയ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറായാൽ കർത്താവ് നമ്മളെ മഹത്വപ്പെടുത്തും. നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളെ കർത്താവ് ഉയർത്തും എന്ന പാഠമാണ് ഈ വചനം ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. ഇത് നമുക്ക് ജീവിതത്തിൽ അഭ്യസിക്കാം. നമുക്ക് ഒന്നാം സ്ഥാനം ഒന്നും വേണ്ട. നമ്മൾ അത് ശരിയായ കാര്യങ്ങൾ ചെയ്യുക, എളിമപ്പെടുക, ബാക്കിയുള്ളത് കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് നമ്മളെ നയിക്കട്ടെ. കർത്താവ് നല്ലതിനുള്ള കാര്യങ്ങൾ മാത്രമേ കർത്താവിനെ ആരാധിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നതിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ലോകത്തിൻ്റെ നിയമം വിട്ട്, ഈ ഒന്നാമനാകാനുള്ള വ്യഗ്രത വിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സേവകരാകാം. ആ ഒരു മനസ്ഥിതിയോടുകൂടെ എപ്പോഴും നമുക്ക് ഏറ്റവും അവസാനത്തെ സ്ഥാനം തിരഞ്ഞെടുക്കാം. കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഈ ഒരു ജ്ഞാനത്തിലേക്ക്, ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ഇതിന് തക്ക ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.